ഷനൂർബിന 8B ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ കോവിഡ് കാലത്തെ അനുഭവങ്ങളാണ്. കൊറോണ എന്ന മഹാമാരി മൂലം ഇതുവരെയായി കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വെല്ലുവിളിയാണ് ഞാൻ നേരിട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസത്തെ ബാധിച്ചു എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ് ഒരു പരിഹാരമായി എങ്കിലും ഏതാനും മാസം മാത്രമാണ് ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഫോൺ കംപ്ലൈൻ്റായി. ടിവിയോ ഫോണോ ഇല്ലാത്ത കാരണത്താൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയത് വളരെ ഖേദകരമായി ഞാൻ ഓർക്കുന്നു. ലോക്ക്ഡൗൺ സാഹചര്യം ആയതിനാൽ ഉപ്പാക്ക് ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെയുണ്ട്. ഉപ്പയുടെ കൂടെ ചെടികൾ നട്ടും അടുക്കള ജോലിയിൽ ഉമ്മാനെ സഹായിച്ചും പുസ്തകങ്ങൾ വായിച്ചും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അപ്പോഴും കൊറോണ വൈറസ് ഒരു പേടി സ്വപ്നം പോലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വ്യക്തിശുചിത്വത്തിനും വ്യക്തികളുടെ ആരോഗ്യത്തിനുമപ്പുറം സാമൂഹിക ശുചിത്വവും സാമൂഹിക ആരോഗ്യവും പരമപ്രധാനമെന്ന് ഈ കൊറോണ കാലം എന്നെ പഠിപ്പിച്ചു. കൊറോണ എന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്. നമസ്കാരം, ഞാൻ ദിൽഫ. കൊറോണ ലോക്ക്ഡൌൺ എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്റെ ആ പഴയ സ്കൂളിലെ അവസാന ദിനമാണ്. പനിയായത് കാരണം എനിക്കന്ന് സ്കൂളിൽ പോകാൻ സാധിച്ചില്ല. ഇനി ഒരിക്കലും ആ സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്റെ ആ അധ്യാപകരെയും എന്റെ കൂട്ടുകാരികളെയും ഇനി ഒരിക്കലും നേരിൽ കാണാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചില്ല. കൊറോണയുടെ ആദ്യത്തെ 2 മാസമൊക്കെ ഒരു ഹരമായിരുന്നു. ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ബോട്ടിൽ ക്രാഫ്റ്റുകളും ഗാർഡനിങ്ങും ഒക്കെയായി സമയം ചിലവഴിച്ചു. പിന്നെ അത് ഭയങ്കര ബോറടിയായി മാറി. ഒരു വർഷം സ്കൂളിൽ പോകാതെ ഓൺലൈൻ ക്ലാസ്സുമായി കഴിച്ചുകൂട്ടി. ഈ വർഷമെങ്കിലും സ്കൂൾ തുറക്കുമെന്ന് വിചാരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ കോവിഡ് കാരണം ഈ വർഷവും സ്കൂൾ തുറന്നില്ല. ഈ കാലയളവിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനമായിരുന്നു. കാരണം ഞാൻ ഉൾപ്പെടെ എന്റെ വീട്ടിലെ എല്ലാവരും കോവിഡിന്റെ പിടിയിലായി. പനിയും തലവേദനയും മണമില്ലായ്മയും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ കാരണം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അത്. കോവിഡ് കാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട്. സമയക്കുറവ് കാരണം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ഹുസ്ന ഫാത്തിമ. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന കൊറോണ കാലത്തെ എൻ്റെ കൊച്ചു അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ്. ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ സിറ്റുവേഷനിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. 1937 ഈ വൈറസിനെ ആദ്യമായി കാണപ്പെട്ടത്. സ്ഥിരമായി മതാനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും പങ്കുകൊള്ളുകയും ചെയ്യുന്ന എനിക്ക് കൊറോണ കാലം മതവും അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം മനുഷ്യ ജീവിതത്തിൽ സ്നേഹവും സേവന സംഗതിയും എന്നിൽ ചിന്ത ഉണർത്തി. ഇപ്പോൾ കൊറോണ ഇല്ല എങ്കിൽ ഷോപ്പിങ്ങിലും മറ്റ് വിനോദത്തിലും പോയി ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു ഞാൻ. ഉമ്മാൻ്റെ കൂടെ പാചകത്തിലും ഉപ്പാൻ്റെ കൂടെ പറമ്പിലും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഉപ്പാൻ്റെ കൂടെ പലതരത്തിലുള്ള കൃഷിയിൽ ഏർപ്പെട്ടപ്പോഴാണ് നമുക്ക് അന്നപാനീയങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പാടത്തും പറമ്പിലും കഠിനാധ്വാനം ചെയ്യുന്ന കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചറിഞ്ഞത്. ഉമ്മാൻ്റെ കൂടെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒട്ടും എരിവും പുളിയും കൂടാതെയോ കുറയാതെയോ ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിച്ചറിഞ്ഞത്. ലോകം മുഴുവൻ ഈ മഹാമാരിയിൽ നിന്ന് മുക്തരാവട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സമയം കടന്നുപോകും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അവർ നൈസ് ഡേ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കോവിഡ് മഹാമാരി സംഹാര താണ്ഡവം തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചെങ്കിലും വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് പരീക്ഷയും ക്ലാസ്സുകളും ഒന്നും ഇല്ലാത്തതിൻ്റെ സന്തോഷമായിരുന്നു. എന്നാൽ പതിയെ ആ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങി. പുറത്തു പോകാൻ കഴിയാത്ത ലോക്ക്ഡൌണും കണ്ടെയ്ൻമെന്റ് സോണും ക്വാറന്റൈനുമെല്ലാം ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന വാക്കുകളാണെങ്കിലും പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. 1 വർഷം ക്ലാസുകൾ ഓൺലൈൻ ആണെങ്കിലും അടുത്ത വർഷമെങ്കിലും സ്കൂൾ തുറക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും മങ്ങി.
പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തപ്പോൾ പുതിയ അധ്യാപകരെയും കൂട്ടുകാരെയും ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്ന കാര്യം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. എന്നാൽ ലൈവ് ക്ലാസ്സുമായി അധ്യാപകർ വന്നപ്പോൾ അത് ഒരു പരിധിവരെ തടയാനായി. എങ്കിലും കളിയും ചിരിയും നിറഞ്ഞ ക്ലാസ് റൂം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. കോവിഡ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അത് എത്രത്തോളം ഭീകരമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്വാറന്റൈൻ ഇരിക്കുക എന്നതിലുപരി മാനസികവും ശാരീരികവുമായി ഒരുപാട് പ്രയാസങ്ങളിലൂടെയായിരുന്നു ഞങ്ങൾ ആ ദിനങ്ങളിലൂടെ കടന്നുപോയത്. കുടുംബത്തിലെ ഉറ്റവരുടെ മരണം തളർത്തിയ വേദനകളും പ്രയാസങ്ങളും പത്രത്താളുകളിലൂടെ വായിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ടായി. ഈ പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിന് വീഡിയോ നിർമ്മാണം, ക്രാഫ്റ്റ് വർക്ക്സ് തുടങ്ങിയ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോയി. ഈ അവസ്ഥകളെല്ലാം മാറി പഴയ കാലം തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തട്ടെ. നന്ദി.